ഇപ്പോൾ വളരെയധികം ട്രെൻഡിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ലീവ് ഡിസൈനാണ് ഞാൻ കാണിച്ചു തരുന്നത്. എല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കും ചെക്ക് ഡിസൈൻ വരുന്ന തുണിയിൽ, അതായത് നമ്മുടെ പാവാടയിൽ വരെ അത് വെച്ച് അറ്റാച്ച് ചെയ്തതിന് ശേഷം ആ ഒരു സ്ലീവ്, ആ ഒരു ഡ്രസ്സിൻ്റെ സ്ലീവാണ് നമ്മളിതിൽ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞാൻ മൊത്തത്തിലുള്ള ഇത് സ്റ്റിച്ചിങ് കാണിക്കുന്നില്ല. ഞാൻ ഒരുപാട് വീഡിയോസിൽ മൊത്തത്തിൽ ഒരു 4, 4.5, 5 വയസ്സിനുള്ള കുട്ടികൾക്ക് ഇടാനുള്ള അളവ് പറഞ്ഞ് സ്റ്റിച്ച് ചെയ്യുന്ന ഒരുപാട് വീഡിയോസ് ഉണ്ട്. അത് കണ്ടു നോക്കിയാൽ മതി. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇതിലൊരു ഡെമോ, അതായത് പേപ്പർ കട്ടിങ് പോലെ ഞാൻ എങ്ങനെയാണ് ബാക്കി അളവുകളൊക്കെ എടുത്തതെന്നും കട്ട് ചെയ്തതെന്നും സ്റ്റിച്ച് ചെയ്തതെന്നും കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ ആദ്യം തുണിയെടുത്ത് ഇതേപോലെ 4ആയിട്ടൊന്ന് മടക്കണം. ആദ്യം ഒരു മടക്ക് മടക്കണം, അതിനുശേഷം ഒരു മടക്ക് മടക്കണം. അങ്ങനെ 4ആയിട്ട് മടക്കിയിട്ടാണ് നമ്മൾ കട്ടിംഗ് ഒക്കെ ചെയ്യാനുള്ളത്. അപ്പോൾ ഞാനിത് 4ആയിട്ടാണ് മടക്കിയെന്ന് നിങ്ങൾ വിചാരിച്ചിട്ട് ഞാൻ പറയുന്ന അളവുകളൊന്ന് ശ്രദ്ധിച്ചാൽ മതി. നമുക്ക് മൊത്തത്തിലുള്ള ഷോൾഡർ കൊടുക്കണമെങ്കിൽ ഒരു 5 അല്ലെങ്കിൽ 5.5 എടുക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ ആദ്യം നെക്കിന് ഒരു 2.25 എടുക്കുന്നുണ്ട്. 2.25 എടുക്കുന്നതിന് ശേഷം നമ്മൾ അടിച്ച് മറിച്ചെടുക്കുമ്പോഴത്തേക്കും അതൊരു 2.25 എന്നുള്ളത് ഒരു 1/4 ഇഞ്ചും കൂടെ മാറിയിട്ട് 2.5 ആയിട്ട് കിട്ടും. അതുകൊണ്ടാണ് 2.25 എടുക്കുന്നത്. ബാക്കിയുള്ളത് ഷോൾഡർ ഒരു 2.5 കൂടുതൽ നമുക്ക് ഷോൾഡർ കാണും. ഇനി നമ്മൾ നെക്കിൻ്റെ ഇറക്കം എടുത്ത് എത്രയാണെന്ന് വെച്ചാൽ 3.5 എടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മളുടെ ആം ഹോൾ സെയിം 5.5 എടുത്തതിന് ശേഷം ആം ഹോളിൻ്റെ നടുക്ക് കറക്റ്റ് സെൻറ്ററും ആ കോർണറിൻ്റെ അവിടെ നിന്ന് ഒരു 1/2 കൂടെ കയറ്റി മാർക്ക് ചെയ്ത് നമ്മൾ ആം ഹോളും കൂടെ വെട്ടിയെടുക്കണം. ഇനി നമുക്ക് നമ്മുടെ ബോഡി പാർട്സ് എത്രയാണ് കൊടുത്തതെന്ന് നോക്കാം. ബോഡി പാർട്ട് വന്നിട്ട് നമ്മൾ തയ്യൽ തുമ്പും കൂടെ ചേർത്ത് ചെസ്റ്റിൻ്റെ അവിടെ ഒരു 7.5 to 8 വരെ ആവാം. മിഡ് വേസ്റ്റിൻ്റെ അവിടെ ഒരു 6.5 to 7 വരെ ആവാം. വേസ്റ്റിൻ്റെ അവിടെ വന്നിട്ട് ഇതേ സെയിം മിഡ് വേസ്റ്റിൻ്റെ അത് വേണമെങ്കിലും എടുക്കാം. ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് ഇച്ചിരി മേളിലെ ചെസ്റ്റിൻ്റെ അതേ അളവെടുത്തതിന് ശേഷം നമ്മൾ തച്ച് കംപ്ലീറ്റ് ആയതിനു ശേഷം നമുക്ക് തയ്യൽ തുമ്പൊക്കെ കട്ട് ചെയ്ത് കളയാവുന്നതാണ്. നമുക്ക് സൈഡൊന്ന് ഇതേപോലെയല്ലേ വരുന്നുള്ളൂ, അങ്ങനെ ചെയ്യാം. അപ്പോൾ ഇതേപോലെ ഒന്ന് വരച്ചതിന് ശേഷം ഞാനൊരു സ്ക്വയർ നെക്ക് തന്നെ ബാക്കും ഫ്രണ്ടും ചെയ്യാമെന്നാണ് ഉദ്ദേശിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതേപോലെ ഒന്ന് വരച്ചിട്ട് വി നെക്ക് അല്ലെങ്കിൽ യു നെക്ക് അങ്ങനെ എല്ലാം ചെയ്യാം. അപ്പോൾ ഞാൻ സ്ക്വയർ നെക്ക് തന്നെയാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതേപോലെ ഒന്ന് വെട്ടിയെടുക്കണം. ആ വരച്ച ഷേപ്പുകളിലൊന്ന് വെട്ടിയെടുത്തതിന് ശേഷം നമ്മൾ ഇതിപ്പോൾ ലൈനിങ് തുണിയിലാണ് വെട്ടാനുള്ള, നല്ല തുണിയിലോട്ട് ഇതേപോലെ തന്നെ വെച്ച് നമ്മുടെ നെക്ക് മാത്രം ഒഴിച്ച് ബാക്കിയെല്ലാം വെട്ടിയതിന് ശേഷം നെക്കിൻ്റെ അവിടെ നമ്മൾ അടിച്ച് മറിച്ചെടുക്കുമല്ലോ സ്വാഭാവികം, അത് ചെയ്താൽ മതി. അതൊന്ന് ചെയ്തതിന് ശേഷം ഞാൻ ഇതിൻ്റെ ബാക്ക് സൈഡിൻ്റെ അവിടെ ഹുക്കും നമ്മുടെ അയ്യും ഒക്കെ വയ്ക്കാനുള്ള പരിപാടിയും റെഡിയാക്കിയതിന് ശേഷം താഴത്തെ ഭാഗവും നമ്മളൊന്ന് മടക്കി അടിച്ചതിന് ശേഷമാണ് ഇതിൻ്റെ സ്ലീവിൻ്റെ പരിപാടിയിലോട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് അത് ചെയ്യാം. നമ്മൾ സ്ലീവ് ചെയ്യുമ്പോൾ ആദ്യം തന്നെ സ്ലീവിൻ്റെ മൊത്തത്തിലുള്ള ആ ഒരു അളവ് നോക്കണം. ഇതേപോലെ തന്നെ ഇങ്ങനെ വെച്ച് അളന്നളന്ന് ഒരു സൈഡല്ല മൊത്തത്തിൽ ടോട്ടലായിട്ടുള്ള അപ്പുറത്തെ ബാക്കും ഫ്രണ്ടും ചേർന്നുള്ള ലെങ്ത്ത് നോക്കണം. അപ്പോൾ നമുക്ക് എത്രയാണ് കിട്ടണം അതിൻ്റെ 1 ഇരട്ടിയോ 2 ഇരട്ടിയോ നമ്മൾ നീളത്തിന് തുണി എടുക്കണം. അതായത് ഇപ്പോൾ എനിക്കിവിടെ 10 കിട്ടിയെങ്കിൽ 20 30 ലെങ്ത്ത് നീളത്തിന് വേണം നമ്മൾ തുണി എടുക്കാൻ വേണ്ടി. നമുക്ക് ചുരുക്കായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ എടുക്കുന്നത്. അപ്പം എനിക്കിവിടെ ഏകദേശം ഒരു 14 കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഇരട്ടി നമ്മൾ അളവെടുക്കണം. ഞാനിപ്പോൾ 1 ഇരട്ടിയാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് ഞാൻ അഡീഷണലായിട്ട് പിന്നെ ആഡ് ചെയ്ത് കൊടുത്തു. ഇപ്പോൾ 1 ഇരട്ടിയുടെ അളവാണ് ഞാൻ കാണിക്കുന്നതെങ്കിൽ ഞാൻ അഡീഷണലായിട്ട് വീണ്ടും വെച്ച് കൊടുത്തു. കാരണം എങ്കിലേ നമുക്ക് നല്ല ഭംഗിയിൽ കിട്ടുള്ളൂ. ഞാൻ ചെയ്തതിനേക്കാളും ഡബിൾ ഇരട്ടി തുണി വെച്ചാൽ അതിനേക്കാളും നല്ല ഭംഗി കിട്ടും. അപ്പോൾ ആ ഒരു അളവ് ഞാൻ എടുത്തതിന് ശേഷം വീതി ഇതിന് ഞാൻ കൊടുക്കുന്നത് ഒരു 4 ഇഞ്ച് വീതിയാണ് കൊടുക്കുന്നത്. നിങ്ങൾക്ക് 5 എടുക്കാം. 5 കൂടുതലായ ഓവറായി പോകുന്നതാണ് എൻ്റെ ഒരു അഭിപ്രായം. പിന്നെ ഇച്ചിരി വണ്ണമൊക്കെ ഉള്ള കുട്ടികളാണ്, ഇച്ചിരി ഹൈറ്റ് ഇറ്റ്സ് ഓക്കെ. പക്ഷേ ഇത്തിരി വണ്ണമൊക്കെ ഉള്ള കുട്ടികളാണെങ്കിൽ ഇച്ചിരി കൂടെ വീതിയിൽ നമുക്കൊരു 5, 6 എടുക്കാം. അപ്പോൾ ഞാനിവിടെ 2 പീസാണ് സെയിം ലെങ്ത്തിനും വിഡ്ത്തിനും എടുക്കുന്നത്. 4 ഇഞ്ച് വീതിയിലാണ് എടുക്കുന്നത്. അപ്പം ഇതേപോലെ 2 പീസ് തുണി നമുക്കൊന്ന് വെട്ടിയെടുക്കണം 2 സ്ലീവിന് വേണ്ടിയിട്ട്. എന്നിട്ട് ഞാൻ കുറച്ചുകൂടെ തുണി വെച്ച് കൊടുക്കുന്നുണ്ട്. നമുക്കിങ്ങനെ പ്ലേറ്റ് ഇട്ടെടുക്കുമ്പോഴത്തേക്കും കുറച്ചുകൂടെ അധികം തുണി വേണ്ടി വരും. അപ്പോൾ നിങ്ങൾക്ക് മാക്സിമം നിങ്ങൾ ലെങ്ത്ത് ഇട്ടെടുക്കാൻ 2 ഇരട്ടിയോ 3 ഇരട്ടിയോ ഒക്കെ, 3 വേണ്ട, 2 മതിയാവും. 2 ഇരട്ടിയൊക്കെ എടുക്കുക. ഇപ്പോൾ 10 ആണെങ്കിൽ 20 30 എടുക്കാവുന്നതാണ്. അപ്പം നമ്മളിങ്ങനെ വെട്ടിയെടുത്തതിന് ശേഷം ഈ 2 സൈഡും നമ്മളൊന്ന് ഡബിൾ ഫോൾഡ് ചെയ്ത് 2 എൻഡും ഒന്ന് നീറ്റാക്കി കൊടുക്കണം. എന്തെന്ന് വെച്ചാൽ നമുക്ക് ഭംഗി കിട്ടണ്ടേ, അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഫോൾഡ് ചെയ്ത് അങ്ങറ്റത്ത് നിന്ന് ഇങ്ങറ്റം വരെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അതൊന്ന് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് ഇതേപോലെ കുഞ്ഞി പ്ലീറ്റ് കറക്റ്റ് സെൻറ്ററിൽ വെച്ച് തന്നെ ചെയ്ത് കൊടുക്കണം. നമ്മൾ ഇതിൻ്റെ ഇതേ മോഡലിൽ തന്നെ വേറൊരു സ്ലീവ് ഉണ്ടല്ലോ, അതിന് നമുക്ക് ആ എൻഡിലാണ് നമ്മൾ പ്ലേറ്റ് ഇട്ട് കൊടുക്കണം. പക്ഷേ ഇത് നമുക്ക് നല്ല സെൻറ്ററിൽ തന്നെ പ്ലേറ്റ് ഇട്ട് കൊടുക്കണം. ഇതേപോലെ കുഞ്ഞ് പ്ലേറ്റായിട്ട് എടുക്കണം. അതാണ് ഇത്ര ഇരട്ടി തുണി വേണമെന്ന് പറയുന്നത്. നമ്മൾ എത്രയും ചെറിയ പ്ലേറ്റുകൾ എടുക്കുന്നോ അത്രയും ഭംഗി നമ്മുടെ സ്ലീവ്സിന് കൂടും. ഇച്ചിരി കൂടെ വീതി കൂട്ടിയെടുത്താൽ അതും സ്ലീവ്സിന് ഭംഗി തന്നെയായിരിക്കും. അപ്പോൾ നമ്മളിത് ഇതേപോലെ കറക്റ്റ് സെൻറ്ററിലൂടെ കുഞ്ഞ് പ്ലേറ്റ് എടുത്ത് അങ്ങ്
എൻഡ് വരെ നമ്മളിതൊന്ന് പ്ലീറ്റ് ഇട്ടെടുക്കണം. അപ്പോഴത്തേക്കും നല്ല രസമുണ്ട്. നമ്മൾ അലങ്കരിക്കാൻ വേണ്ടി വെച്ചിരിക്കുന്ന കളർ പേപ്പറിലെ അതേപോലെ ഉണ്ടല്ലേ ചുരുക്കിട്ട് വന്നപ്പോഴത്തേക്കും നല്ല വളഞ്ഞ് പൊളഞ്ഞാണ് കിടക്കുന്നത്. ഇനി നമുക്കിതിനെ സ്ലീവിൽ എങ്ങനെയാണ് ജോയിൻ ചെയ്ത് കൊടുക്കണേ നോക്കാം. ഇതേപോലെ സ്ലീവ് എടുത്ത് വെച്ചതിന് ശേഷം പിന്നെ സ്ലീവിൻ്റെ ഇതൊക്കെ നമ്മൾ സ്ലീവൊക്കെ ഫിനിഷ് ചെയ്തെടുക്കണം. തയ്യൽ തുമ്പൊന്നും വെളിയിൽ കാണാതെ നമ്മൾ ലൈനിങ് ചെയ്യുമ്പോഴത്തേക്കും ആം ഹോളും കൂടെ ചേർത്ത് അടിച്ചതിന് ശേഷം മറിച്ചെടുക്കുന്നതായിരിക്കും കുറച്ചുകൂടെ ഭംഗി. അപ്പോൾ നമ്മുടെ ആം ഹോളും കൂടെ ഫിനിഷിൽ കിട്ടും. ഇനി നമുക്ക് അങ്ങറ്റത്തു നിന്ന് തന്നെ ഇങ്ങറ്റത്തോട്ട് ഇതിനെ വെച്ച് തയ്ച്ച് കൊടുക്കാം. ഇങ്ങനെ നമ്മുടെ ഷോൾഡറിൻ്റെ അവിടെ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങനെയല്ല, മൊത്തത്തിൽ താഴെ നിന്ന് തന്നെ മേൾ വരെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. നമ്മൾ ഇത്രയും തുണി എടുത്തതുകൊണ്ട് നമുക്കത് കറക്റ്റായിട്ട് എടുക്കണ്ട. ആ എൻഡിൽ നിന്ന് ഈ എൻഡിൽ സ്ലീവ് ആം ഹോളിൻ്റെ എൻഡിൽ വെച്ചിട്ട് നമ്മൾ ഓൾറെഡി നടുക്ക് വെച്ച് തച്ചില്ലേ അവിടെ തന്നെയാണ് നമ്മൾ സ്റ്റിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് അങ്ങറ്റോ ഇങ്ങറ്റോ ഒന്നും വെച്ച് തച്ചുകൾ കറക്റ്റ് സെൻറ്ററിൽ തന്നെ വീണ്ടും നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ഇതേ കാണുന്നത് പോലെ കറക്റ്റായിട്ട് വളഞ്ഞ് പൊളഞ്ഞിരിക്കുന്നതുകൊണ്ട് തന്നെ കറക്റ്റായിട്ട് പിടിച്ച് വയ്ക്കണം. ഇനിയിപ്പോൾ ഓൾറെഡി നമുക്ക് വേണമെങ്കിൽ ഇതേപോലെ വെച്ച് ഇതേപോലെ തന്നെ പ്ലീറ്റ് ഇട്ടിട്ട് എടുക്കാം. ആദ്യമേ പ്ലീറ്റ് ഇടാതെ നമുക്കിതിൽ വെച്ച് തന്നെ അത്രയ്ക്ക് എക്സ്പേർട്ട് ആയിട്ടുള്ളവർക്ക് അങ്ങനെ ചെയ്യാൻ പറ്റും. ഞാൻ അത്രയ്ക്ക് എക്സ്പേർട്ട് അല്ലാത്തതുകൊണ്ട് ആദ്യം പ്ലീറ്റ് ഇട്ടിട്ടാണ് രണ്ടാമത് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ സ്ലീവ് ഇതായി റെഡി ആയി കഴിഞ്ഞിരിക്കുന്നു ഗൈസ്. ഇതേ സെയിം ആയിട്ട് തന്നെ അപ്പുറത്തെ സൈഡിലും കൂടെ നമ്മൾ വെച്ച് കൊടുക്കുമ്പോഴത്തേക്കും നമ്മുടെ ഫൈനൽ ലുക്ക് റെഡിയാവും. ഇനി ഞാൻ എൻ്റെ ബ്ലൗസിൻ്റെ ഷേപ്പും കൂടെ കൊടുത്തു കഴിയുമ്പോഴത്തേക്കും ആ ഫൈനൽ ലുക്ക് നമുക്കിത് ഇതേപോലെയാണ് കിട്ടുന്നത് ഗൈസ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും കമൻറ്റ് ഇടാനും ഒന്നും മറക്കണ്ട. ടാറ്റാ.